മലയാള സിനിമയിലെ പ്രശസ്ത സൗഹൃദ കൂട്ടായ്മയാണ് നടൻ കുഞ്ചാക്കോ ബോബൻ, രമേശ് പിഷാരടി, മഞ്ജു വാര്യർ എന്നിവരുടേത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആഴമായ ബന്ധം ഈ സൗഹൃദത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. സരസമായ സംഭാഷണ ശൈലിയും കൗണ്ടറുകളും കൊണ്ട് ശ്രദ്ധേയനായ രമേശ് പിഷാരടി ഒരു പൊതുവേദിയിൽ നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. സുഹൃത്തായ കുഞ്ചാക്കോ ബോബനെ സാക്ഷിയായി അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ തമാശ പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ വിമർശനമാണ് ഏറ്റുവാങ്ങിയത്. അമൃത ടിവിയിലെ നിറസല്ലാപം എന്ന ഷോയിലാണ് പിഷാരടി ഈ വിവാദപരമായ സംസാരം നടത്തിയത്. കുഞ്ചാക്കോ ബോബനും ഭാര്യ പ്രിയയും 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തങ്ങളുടെ മകനായ ഇസഹാക്ക് ബോബൻ കുഞ്ചാക്കോയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. ഈ വൈകാരികമായ കാത്തിരിപ്പിനെയാണ് പിഷാരടി തന്റെ തമാശയ്ക്ക് വിഷയമാക്കിയത്. പിഷാരടി തന്റെ സംസാരത്തിൽ പ്രധാനമായും ഊന്നിയത് ഇസഹാക്കിന്റെ ജനനം വൈകിയതിനാൽ പുതിയതായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായവരുടെ മക്കളോടൊപ്പമാണ് ഇസു കളിക്കുന്നത് എന്നതിനാലാണ്. തന്റെ ഇളയ കുഞ്ഞിനൊപ്പവും പുതിയ ദമ്പതിമാരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പവും ഇസു കളിക്കുന്നു. ആ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചെറുക്കനായി കുഞ്ചാക്കോ ബോബൻ നിൽക്കുന്ന അവസ്ഥ.